നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും തുലാക്കൂറിലാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവാധിപതി ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിഗുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗം ഈ മാസത്തിലുണ്ട്. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ചെയ്യുന്ന തൊഴിലിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യാനും സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കാനും സാധിക്കും. തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ രീതിയിൽ വരുമാനം ഉണ്ടാകാൻ ഉള്ള യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കാൽപാദത്തിന് വേദന ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ വൃശ്ചികക്കൂറുകാർക്കുള്ള തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. 5ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി ഇഷ്ടസ്ഥാനത്ത് 6ാം ഭാവത്തിലേക്ക് വന്നതുകൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഇതൊക്കെയാണെങ്കിലും 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാനസികമായിട്ടിടയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കും. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് വിശാഖ നക്ഷത്രക്കാർ തുലാക്കൂറുകാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം സർവാഭിഷ്ടസ്ഥാനത്താണ് 2ാം ഭാവാധിപതി നിൽക്കുന്നത്. എങ്കിൽ പോലും ഭാതാസ്ഥാനത്ത് ഗണ്ണകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്ന് നിൽക്കുന്ന കാരണം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. ചില സമയത്ത് സാമ്പത്തിക സംബന്ധമായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് അനുഭവപ്പെടും. എന്നാലും ടോട്ടൽ നോക്കുന്ന സമയത്ത് സാമ്പത്തിക വർധനവിന് യോഗമുള്ള ഒരു മാസമാണ്. എന്നാലും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വിജയം കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കിട്ടട്ടെ എന്ന് കാത്തിരിക്കാതെ സ്വന്തം പരിശ്രമിച്ചാൽ അത് എന്ത് തന്നെയാണെങ്കിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട് വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് അത്രയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അഷ്ടമത്തിലേക്ക് വ്യാഴം മറഞ്ഞു. എന്നാലും വിശ്രുത ഗുണം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ കീർത്തി കേൾക്കാനായിട്ട് 4 പേർ അറിയപ്പെടാനും യോഗമുണ്ട്. എന്നാൽ 6ാം ഭാവത്തിൽ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നതും അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന സമയമല്ല. നിവർത്തി സ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന നേരം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. 5ാം ഭാവത്തിലെ ശനി അലസത പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കും. നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ, വീട് വിട്ട് നിൽക്കാനിട വരുന്നൊരു അവസ്ഥയും കാണുന്നുണ്ട്. 4ാം ഭാവത്തിൽ അമൃതവിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണമുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളും മനോവിഷമവും അനുഭവിക്കാനിട വരിക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനാണ് വിശാഖ നക്ഷത്രക്കാർക്ക് യോഗമുള്ളത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അലസതയും നിരാശയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നാഗപൂജ ചെയ്യണം. 4ാം ഭാവത്തിൽ കുടുംബക്ഷേത്ര സംബന്ധമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളിലൊക്കെ വിവാഹമൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വരാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും മാനസികമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനൊക്കെ യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നല്ല പ്രാർത്ഥന, വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.